ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെ ഇരുന്നിട്ടുള്ള ഡബ്ല്യു കോയിൻ്റെ കുറച്ച് അപ്ഡേറ്റും അതേപോലെ തന്നെ ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമൊക്കെയാണ്. ഈ ഡബ്ല്യു കോയിനിൽ ഞാൻ ഒരിക്കലും പൈസ മുടക്കല്ലേ എന്ന് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ആൾക്കാർ ഒരുപാട് പൈസ ഇങ്ങനെ പിടുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. യൂസേഴ്സിന് എത്രത്തോളം സക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മണീസും ടോൺസും സ്റ്റാർസും അവർക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മുമ്പ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. പെട്ടെന്ന് അവർ എന്ത് ചെയ്തു, ഒരു ട്വിസ്റ്റ് അവിടെ കൊണ്ടിട്ടു. എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടേക്ക് ഇപ്പോൾ ക്ലെയിമിംഗ് ഓപ്ഷനാണ് ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ മൈനിങ് എല്ലാം എൻഡായി, ഞങ്ങൾ ഒരു പുതിയ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വീണ്ടും പൈസ ഇടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്ത കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും 29.04 എയർ ഡ്രോപ്പ് ഈ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആക്കി. നേരത്തെ ലിസ്റ്റിംഗ് എന്നായിരുന്നു, ഇപ്പോൾ അവർ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് സ്റ്റാർട്ടിംഗ് എന്നാക്കി. അപ്പോൾ ഡബ്ല്യു കോയിൻ എയർ ഡ്രോപ്പ് ഫേസ് സ്റ്റാർട്ടഡ് means it's happening. The airdrop process has officially started. First steps are already live in the app. What happening now? We are counting everything. There are so many users that will be take some extra time. After counting, we will stop mining. No more mining once the wait list is ready. അപ്പോൾ ഇവിടെ വെയിറ്റ് ലിസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൈനിങ് എൻഡായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരുമാനം അവിടെ എത്തി. അപ്പോൾ ആഫ്റ്റർ മൈനിങ് എൻഡ് വി വിൽ അനൗൺസ് ലിസ്റ്റിംഗ് ഓൺ എക്സ്ചേഞ്ച്. ഇനി അവരെന്ത് ചെയ്തിട്ടില്ല, എക്സ്ചേഞ്ച് ഏതാണ്ട് ചെയ്തിട്ടില്ല. എനിക്കൊക്കെ തോന്നുന്നത് മറ്റേ റീബർ കമ്മ്യൂണിറ്റി പോലെ ഇവർ ലാസ്റ്റ് ഒക്കെ നിർത്തിയിട്ട് പോവോ എന്നുള്ളൊരു ഡൗട്ടും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ റെഡി മേഡ് ദ ബിഗ് മൊമെൻറ്റ് ഈസ് ഗെറ്റ് ക്ലോസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ദ വൈറ്റ് ലിസ്റ്റ് യു വിൽ ഏബിൾ ടു ചൂസ് വേർ ടു സെൻഡ് യുവർ ടോക്കൺ ടു ആൻ എക്സ്ചേഞ്ച് ഓർ എ വാലറ്റ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ, നിങ്ങളെ ടോണൊക്കെ കൊടുത്ത് നിങ്ങൾ എയർ ഡ്രോപ്പ് പ്രോസസ്സിങ്ങിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാലറ്റിലേക്കാണോ അതോ എക്സ്ചേഞ്ചിലേക്കാണോ എന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് റീബർ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ അല്ലേ അവർ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. ഞാൻ എന്തായാലും അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ്. ഞാൻ എന്തായാലും എലിജിബിൾ അല്ല. ഞാൻ ഇന്നലെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഇട്ടതെന്താണ്, ഞാൻ ഒരിക്കലും ഇത് എലിജിബിൾ ആയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ പണ്ടേ ഞാൻ ഉപേക്ഷിച്ചതാണ്. പിന്നെ നമുക്ക് കുറച്ച് റഫറിലൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കിട്ടിയാൽ വല്ലതൊക്കെ കിട്ടട്ടെ എന്ന് വേണ്ടി ഞാൻ വെച്ചായിരുന്നു. എന്നാലും ഞാൻ എലിജിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എവിടെയാണ് എലിജിബിൾ എന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ എല്ലാ പ്രോസസ്സും നിങ്ങൾ കംപ്ലീറ്റ് ആയാലും നിങ്ങൾ എന്താണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടോക്കൺ ക്ലെയിം ചെയ്യാൻ പറ്റുമോ. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് നോട്ടീസ് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എലിജിബിൾ അല്ലാത്ത കാരണം ഞാൻ അൺലോക്ക് കൊടുത്താൽ എനിക്ക് എന്ത് കൊടുക്കണം, ഒരു ടോണോ 179 സ്റ്റാറോ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എലിജിബിൾ ആയിട്ട് ഇത് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ആളാണെങ്കിൽ ഇതിപ്പോൾ ബഗ്ഗാണോ അത് ഇന്നലെ വന്നതാണോ എന്നൊരു കാര്യം അറിയില്ല. എന്നാലും നിങ്ങൾ എലിജിബിൾ എന്ന് കൊടുത്തു, ക്ലെയിമിംഗ് എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, അവിടെ ഒരു ടോണോ 179 രൂപ ക്ലെയിം ഫീ എന്ന് പറഞ്ഞിട്ട് അവർ ഈടാക്കും. അപ്പോൾ ഞാനിത് എലിജിബിൾ ആവാൻ വേണ്ടി ഒരു ടോൺ കൊടുക്കണം, ക്ലെയിം ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ടോൺ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ എടുത്ത് ചാടി നിങ്ങൾ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെയധികം പറ്റിക്കലാണ് ഈ ഒരു എയർ ഡ്രോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾറെഡി തന്നെ ടെലിഗ്രാം പ്രൊജക്റ്റിന് ഒമ്മാതിരി നെഗറ്റീവാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഇപ്പോൾ ഫുള്ള് നെഗറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനിയും കുറച്ച് പ്രൊജക്റ്റ് കൂടി വരാനുണ്ട്. അപ്പോൾ ഒരുപാട് നെഗറ്റീവുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അടുത്ത ആ പ്രൊജക്റ്റിനെ പറ്റി, ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഇതിൽ നിങ്ങൾ ഒരുപാട് ടാസ്ക് ഒന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി തന്നെ DPM പ്രൊജക്റ്റിൻ്റെ 3 പ്രൊജക്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ മൊബൈൽ ഫാമിംഗ് ഒരു ഗെയിമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ വെച്ച് നോഡ് റൺ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള ആൾറെഡി തന്നെ നമുക്കൊരു ആപ്പ് വഴിയൊക്കെ ഫാം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഒരു ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ആൾറെഡി തന്നെ ഒരുപാട് ഫേസും ടെസ്റ്റ് നെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് നെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എപ്പോസ് 2 എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എത്രത്തോളം ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ $8.8 മില്യണൊക്കെയാണ് ഇതിന് $8 മില്യൺ
ഒക്കെയാണ് ഇതിന് ഫണ്ട് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെയധികം നല്ലൊരു പ്രൊജക്റ്റ് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ പോളിച്ചെയിൻ ക്യാപിറ്റലാണ്, അങ്ങനെയുള്ള ഒരുപാട് ഫണ്ട് ആൻഡ് ബാക്കേഴ്സും ഇതിനുണ്ട്. ഒരുപാട് 19ഓളം സംതിങ് ആൾക്കാരുണ്ട്, ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. എയർ ഡ്രോപ്പ് കൺഫേംഡ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫാം ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വഴി ആപ്പ് വഴി ഇത് ഫാം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതേ ഇതിപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ ഇതൊരു മൈസിസ് ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മെയിൽ ID അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ മെയിൽ ID ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളുടെ ആപ്പിലും നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോത്ത് സൈഡ് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാം ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ മൊത്തം 4.2K പോയിന്റ്സ് ഒക്കെയാണ് ഉള്ളത്. ഇന്ന് ഞാൻ 19 കേസ് എടുത്തിട്ടുണ്ട്. ഡെയിലി ഇതിൽ ചെക്ക് ഇൻ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 10 പോയിന്റ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് റെഫറൽ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തന്നിട്ട് വീഡിയോ നിർത്താം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ നമുക്ക് മാറാം. ടെലിഗ്രാമൊക്കെ ഇനി മാറേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് കൂടുകയാണ്. അപ്പോൾ ഈ ഒരു ടെലിഗ്രാമിലുള്ളതോ ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരുന്ന പ്രൊജക്റ്റുകൾ പ്രൊജക്റ്റ് എന്നല്ല, ഇതിന് ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ അവർ 20 മില്യൺ ഫണ്ടിങ് ഇട്ടാലും 100 മില്യൺ ഫണ്ടിങ് ഇട്ടാലും 1.8 മില്യൺ ഫണ്ടിങ് ഇട്ടാലും എത്രത്തോളം മില്യൺ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റൊക്കെ നമുക്ക് എന്താണ് ലോട്ടറി കിട്ടുന്ന പോലെ നല്ലൊരു എയർ ഡ്രോപ്പൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. വർഷങ്ങളായിട്ട് ഇങ്ങനെ എയർ ഡ്രോപ്പൊക്കെ ഫാം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയും. ഇത് പെട്ടെന്ന് വന്നിട്ട് ഇന്നും ഇന്നലെയും ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് 1 മാസമായിട്ട് കിട്ടിയില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാണ്ടാണ്. നമുക്ക് എന്താണ് മുമ്പ് തൊട്ടേ ഫാം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏതിലെങ്കിലും ഒന്നിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ ചെയ്യാം, ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ കിട്ടും, അങ്ങനെയുള്ള ഒരു മൈൻഡ് വെച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എയർ ഡ്രോപ്പൊക്കെ ഫാം ചെയ്യുക. ഇത് നമ്മൾ പൈസ ഇടുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ചില പ്രൊജക്റ്റ് നല്ലത് കിട്ടും. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ ഒരുപാട് മേബി നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചെയ്യില്ലല്ലോ. മേബി ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഒരു ബിഗിനർ ആയ കാരണമാണ് ഞാൻ പെട്ടെന്ന് ഈസി സ്റ്റെപ്പുള്ള പ്രൊജക്റ്റൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സാധാരണ ഈ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിനേക്കാളും ഇതിൽ നിന്നൊക്കെ നല്ലൊരു ഡ്രോപ്പ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴും 100% കിട്ടും എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. നമുക്ക് ട്രൈ ചെയ്യാം, ട്രൈ അഗെയിൻ, ഫെയിൽ അഗെയിൻ, ട്രൈ അഗെയിൻ. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് ചെയ്യുന്ന കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ലെഡ്ജർ ഈസ് എ ബിൽഡിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഡീസെൻട്രലൈസ് AI ഇൻഫ്രാസ്ട്രക്ചർ. ദേ ഹാവ് ജസ്റ്റ് സെക്യൂർഡ് എ മാസീവ് ഓഫ് 8 മില്യൺ ഫണ്ടിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പോളിച്ചെയിൻ ക്യാപിറ്റലും ഹാഷ്3യും അതേപോലെ തന്നെ ഹാസ്കി ക്യാപിറ്റലൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഓപ്പൺ ചെയ്യാനും അതിൽ ലോഗിൻ ചെയ്യാനുണ്ടാവും. എൻ്റെ റെഫർ ലിങ്ക് വെച്ച് കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു പോയിന്റ്സ്, എനിക്ക് ചെറിയൊരു പോയിന്റ്സ് കിട്ടും. അപ്പോൾ കറന്റ് ഈസ് എ ടെസ്റ്റ് നെറ്റ് ഫേസ്. ഓപ്പൺ ലെഡ്ജ് ഈസ് കമ്പൈനിങ് ബ്ലോക്ക് ചെയിൻ AI പ്ലസ് ഡീപ്പിൻ പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇതിൽ കയറുക. ടു ക്രിയേറ്റ് എ പവർഫുൾ ഡീസെൻട്രലൈസ് എക്കോസിസ്റ്റം ഫോർ AI ഡെവലപ്മെൻറ്റ്. ഹൗ ക്യാൻ യു പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ നോഡ് റൺ ചെയ്യണം. നിങ്ങൾ ഇതിൽ ചേരുക. ഞാൻ നോഡിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തരാം. ആ നോഡ് നിങ്ങൾ എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളൂ. ഞാൻ റെഫർ ലിങ്കും എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഞാൻ നിങ്ങളുടെ പ്രൊജക്റ്റൊക്കെ ആൾറെഡി തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമല്ലേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ടെലിഗ്രാം ചാനലിലും നിങ്ങൾ റെഗുലറായിട്ട് ആക്റ്റീവ് ആവലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന പ്രൊജക്റ്റുകളൊക്കെ നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് അതൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടാനും ഒരുപാട് പൈസ കിട്ടാനും ഇന്നലെ തന്നെ ഞാൻ 30 മില്യൺ ഫണ്ട് ഒരുപാട് പ്രൊജക്റ്റ് നമ്മൾ ഇത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഓരോ പ്രൊജക്റ്റുകളൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീഡിയോകളായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. W കോയിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും മറക്കാതെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ എന്നെ തെറി വിളിക്കരുത്. W കോയിൻ എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആരിനെ തെറി വിളിച്ചിട്ടും കാര്യമില്ല. ആരിനൊക്കെ തെറി വിളിച്ചാലും അവർക്ക് ആ പൈസ കിട്ടും, നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു കാര്യം സത്യാവസ്ഥ മനസ്സിലാക്കുക. ബി മെച്യൂർ. അപ്പോൾ ഇനിയും നല്ല എയർ ഡ്രോപ്പുകളൊക്കെ നമുക്ക് ഫാമിങ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.